ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിരകി വെച്ചിരുന്ന അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന തേങ്ങ ഒന്ന് മൂത്തു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ 2 കൊച്ചുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുട്ടുപൊടിയോ അരിപ്പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടിയാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടി ഇളക്കി വിടാതെ ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബീഫ് കറി കൂട്ടി കഴിക്കാൻ കൊള്ളാവുന്ന ഒരു അടിപൊളി പുട്ടാണിത്. നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ പുട്ടുപൊടിക്ക് സ്വാദേറും. ക്യാരറ്റും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും കൂടി നെയ്യിൽ അങ്ങോട്ട് അകപ്പെട്ടിട്ട് ഈ പുട്ടുപൊടിയിലേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അന്യായം മാമാ. മൂപ്പിച്ച ശേഷം ഇറക്കി വെച്ച ഈ പുട്ടുപൊടിയെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുട്ടിന് ചേർത്താൽ മതിയാകും. പുട്ടുകുറ്റിയുടെ അടിയിൽ കൂടെ വെള്ളത്തിലേക്ക് പുട്ടുപൊടി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അടിക്കിച്ചിരി തേങ്ങ ഇടുന്നുണ്ടേ. അതുമാത്രമല്ല, തേങ്ങ ഇല്ലെങ്കിൽ എന്ത് പുട്ട്? അറ്റത്തൽപ്പം തേങ്ങ ഇരിപ്പില്ലെങ്കിൽ പിന്നെ എന്താണ് പുട്ട്? തേങ്ങയില്ലാത്ത പുട്ട് എന്തൊരു പുട്ടാണല്ലേ. തേങ്ങയില്ലാതെ പുട്ടിനെ ഓർക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ പുട്ടിനെ ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് കറിയുടെ കൂടെ ഒരു അടിപൊളി കോംബോയാണ് ഈ പുട്ട്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.